നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു കെമിസ്ട്രി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. രാസമാറ്റങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന പാഠമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഈ രാസമാറ്റങ്ങൾ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങളെ കെമിക്കൽ റിയാക്ഷൻസിനെ 3 വിഭാഗങ്ങളാക്കി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? അതായത് രാസപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജരൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ രാസപ്രവർത്തനങ്ങളെ പ്രധാനമായിട്ട് 3 ആക്കി തരംതിരിക്കുന്നു അല്ലേ? അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിനെ 3 ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? താപരാസപ്രവർത്തനങ്ങൾ, ഇംഗ്ലീഷിൽ എന്ത് പറയും? തെർമോ കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ? അതുപോലെ പ്രകാശ രാസപ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ അല്ലേ? അതായത് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്, അതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, അതിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് താപരാസപ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലേ? എന്താണ്? താപോർജ്ജം പുറത്തുവിടുകയോ ആഗിരണം ചെയ്യുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് താപരാസപ്രവർത്തനങ്ങൾ അല്ലേ? താപരാസപ്രവർത്തനങ്ങളിൽ താപമോചകമുണ്ട്, താപാഗിരണമുണ്ട് അല്ലേ? എക്സോതെർമിക് റിയാക്ഷൻസ് ഉണ്ട്, എൻഡോതെർമിക് റിയാക്ഷൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ഡികമ്പോസിഷൻ, എരിയുന്ന ചന്ദനത്തിരി എങ്ങനെ ആളിക്കത്തുന്ന അതുമായി ബന്ധപ്പെട്ട രാസപ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പ്രകാശ രാസപ്രവർത്തനങ്ങളെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. എന്താണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ? ഈ രാസപ്രവർത്തനം ആവശ്യമായിട്ടുള്ള ഊർജ്ജരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് അല്ലെങ്കിൽ എന്താണ്? പ്രകാശം അല്ലേ? പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന രാസപ്രവർത്തനമാണിത് പ്രകാശ രാസപ്രവർത്തനങ്ങൾ. ഇവിടെ ആവശ്യമായിട്ടുള്ള ഊർജ്ജരൂപം എന്ന് പറഞ്ഞാൽ ഏതാണ്? ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം അല്ലേ? അപ്പോൾ നമ്മൾ താപരാസപ്രവർത്തനങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടുത്തെ കേസും. എന്താണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രകാശോർജം, ശ്രദ്ധിക്കുക, പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ. നമ്മൾ താപരാസപ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞത്? താപോർജം ആഗിരണം ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് താപരാസപ്രവർത്തനങ്ങൾ. പ്രകാശ രാസപ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ്? പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ മോചിപ്പിക്കുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 പ്രകാശ രാസപ്രവർത്തനങ്ങളെ കുറിച്ചാണ്. പ്രകാശ രാസപ്രവർത്തനം പ്രധാനമായിട്ട് ഈ 3 പ്രവർത്തനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ എന്താണ്? ഫോട്ടോസിന്തസിസ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഈ പ്രകാശ രാസപ്രവർത്തനങ്ങൾ, ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ടെസ്റ്റിൽ പറയുന്ന എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഉദാഹരണമാണ് ഫോട്ടോസിന്തസിസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രകാശ സംശ്ലേഷണം അല്ലേ? രണ്ടാമത് പറയുന്നത് ബയോലൂമിനിസെൻസ്. മൂന്നാമത് പറയുന്നത് സാൾട്ട് ദാറ്റ് ടേൺസ് ബ്ലാക്ക് ഇൻ സൺലൈറ്റ്, അതായത് വെയിലത്ത് കറുത്തു പോകുന്ന ലവണം. അതെന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം അല്ലേ? അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്താണ്? ഫോട്ടോസിന്തസിസ് പഠിക്കാണ്ട്, എന്താണ് ബയോലൂമിനിസെൻസ് പഠിക്കാണ്ട്, എന്താണ് വെയിലത്ത് കറുത്തു പോകുന്ന ലവണം, സോൾട്ട് ദാറ്റ് ടേൺസ് ബ്ലാക്ക് ഇൻ സൺലൈറ്റ്. ഓക്കെ, ഇതൊക്കെ പ്രകാശ രാസപ്രവർത്തനവുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രകാശ സംശ്ലേഷണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫോട്ടോസിന്തസിസ്. ആദ്യമായിട്ട് പഠിക്കാനുള്ള ഒരു പ്രകാശ രാസപ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്ന് പറയും. എന്താണ് പ്രകാശ സംശ്ലേഷണം? നിങ്ങൾ ചെറിയ ക്ലാസ് മുതലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് പ്രകാശ സംശ്ലേഷണം? പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സസ്യങ്ങൾ, ഗ്രീൻ പ്ലാന്റ്സ്, ഹരിത സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, നമ്മുടെ ഈ ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ ഒരു സറൗണ്ടിങ്സ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ആവാസ വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ, നാം ജീവിക്കുന്ന ചുറ്റുപാടിനെ വിളിക്കുന്ന പേരാണ് ആവാസ വ്യവസ്ഥ, നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഈ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകർ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ഉൽപാദകർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടാക്കുന്ന ആളുകൾ അല്ലേ? ഉൽപാദകർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്രീൻ പ്ലാന്റ്സ് ആണ്, ഹരിത സസ്യങ്ങളാണ് അല്ലേ? അതായത് നമ്മുടെ ഭൂമിയിൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന കണ്ണി എന്ന് പറഞ്ഞാൽ, ഉൽപാദകർ എന്ന് പറഞ്ഞാൽ ഹരിത സസ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ പ്ലാന്റ്സ്, ഹരിത സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ രാസപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഊർജ്ജരൂപം എന്ന് പറഞ്ഞാൽ എന്താ? പേര് തന്നെ ഉണ്ട്, പ്രകാശ സംശ്ലേഷണം. പ്രകാശം, ലൈറ്റ്, ഫോട്ടോസിന്തസിസ് ആണ്. പ്രകാശം ആവശ്യമാണ്. സൂര്യപ്രകാശമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാലും. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഇവിടെ സൂര്യപ്രകാശം മാത്രം മതി ഈ രാസപ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട് അല്ലേ? വേറെയും മറ്റു ചില റിയാക്റ്റൻസ് അഭികാരങ്ങൾ ആവശ്യമുണ്ട് അല്ലേ? അതായത് സൂര്യപ്രകാശം വേണം അല്ലേ? ഹരിതസസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണം അല്ലേ? സൂര്യപ്രകാശം വേണം, അതോടൊപ്പം എന്ത് വേണം? ജലം വേണം അല്ലേ? അന്തരീക്ഷത്തിലുള്ള ജലം വേണം, വാട്ടർ വേണം, അതുപോലെ തന്നെ എന്ത് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം അല്ലേ? പ്രകാശ സംശ്ലേഷണത്തിൽ ആരൊക്കെ വേണം? ഹരിതസസ്യങ്ങൾക്ക് ആരൊക്കെ വേണം? ഹരിതസസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജലം, വാട്ടർ ലഭിക്കണം, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കണം, അതുപോലെ തന്നെ സൂര്യപ്രകാശം വേണം അല്ലേ? ഈ 3 അഭികാരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? പ്രകാശ സംശ്ലേഷണം നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഹരിതസസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ജലത്തിൻ്റെയും സാന്നിധ്യത്തിൽ വെച്ചിട്ട് സസ്യങ്ങളുടെ ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം പറയുക? എങ്ങനെയാണെന്ന് നിർവചനം നൽകുക? ഹരിതസസ്യങ്ങൾ ഗ്രീൻ പ്ലാന്റ്സ് എന്താണ്? സൂര്യപ്രകാശത്തിൻ്റെയും അതുപോലെ തന്നെ ജലത്തിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ എന്താണ് സസ്യങ്ങളുടെ ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. ഈ പ്രകാശ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ്, അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. എന്താണ് ഗ്ലൂക്കോസും ഓക്സിജനും? ഓക്കെ, ഈ ഗ്ലൂക്കോസ് ആണ് അന്നജമായിട്ട് അല്ലെങ്കിൽ എന്താണ് സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം അല്ലെങ്കിൽ ആഹാരമായിട്ട് സസ്യങ്ങളിൽ അല്ലെങ്കിൽ ഇലകളിൽ സംഭരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ആഹാരമായിട്ട് അന്നജമായിട്ട് ഇലകളിൽ സംഭരിക്കുന്നത് ആരെയാണ്? ഗ്ലൂക്കോസിനെയാണ്. അതോടൊപ്പം എന്തുകൂടി പുറത്തുവിടുന്നു? ഹരിതസസ്യങ്ങൾ ഓക്സിജൻ വാതകവും പുറത്തുവിടുന്നു. ഓക്കെ, ഹരിതസസ്യങ്ങൾ ശ്വസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആര് ശ്വസിക്കുന്നു? സസ്യങ്ങൾ ശ്വസിക്കുന്നു. സസ്യങ്ങളുടെ ശ്വസനവാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്നിട്ട് പ്രകാശ സംശ്ലേഷണം വഴി എന്ത് ചെയ്യുന്നു? ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസും ഓക്സിജനും. ഈ ഓക്സിജൻ വാതകം പുറത്തേക്ക് വരുന്ന ആ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രകാശ സംശ്ലേഷണം. അതിൻ്റെ സമീകരിച്ച സമവാക്യമാണ് നമ്മൾ എഴുതിയത്. എന്തൊക്കെയാണ് ഇതിൽ ആവശ്യമുള്ള പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ജലം, വാട്ടർ, 6H2O. സമീകൃത ഇക്വേഷനാണ് കാർബൺ ഡൈ ഓക്സൈഡ് CO2 ലൈറ്റ്, അതുപോലെ എടുത്തെഴുതി അല്ലേ? ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജൻ വാതകവും. ഗ്ലൂക്കോസിന്റെ രാസസൂത്രം ഓർത്ത് വെക്കുക, എന്താ? C6H12O6. ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല രാസസൂത്രമാണ് C6H12O6. ഓക്കെ, സിക്ക് മാറും ഓക്സിജൻ, നടുവിലുള്ള ഹൈഡ്രജൻ മാത്രം 12. C6H12O6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസ് ആണ് എന്ന് ഓർത്ത് വെക്കുക. പ്ലസ് എന്തുണ്ടാവുന്നു? ഓക്സിജൻ വാതകം ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഊർജ്ജരൂപം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രകാശ രാസപ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ പ്രകാശം ആഗിരണം ചെയ്യുകയാണോ പുറത്തു വിടുകയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ ഉത്തരം പറയാം? ഈ രാസപ്രവർത്തനത്തിൽ പ്രകാശം ആഗിരണം ചെയ്യുകയാണോ അതോ ലിബറേറ്റ് ചെയ്യുകയാണോ, പുറത്തു വിടുകയാണോ? എങ്ങനെയാണ്? അതെ, ആഗിരണം ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ? സൂര്യപ്രകാശം ആരാണ് ആഗിരണം ചെയ്യുന്നത്? സസ്യങ്ങൾ ആഗിരണം ചെയ്യാണ് അല്ലേ? അപ്പോൾ അവിടെ പ്രകാശോർജ്ജം ആഗിരണം ചെയ്യാണ്, എന്താണ് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു രാസപ്രവർത്തനത്തിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ സമവാക്യം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇതിങ്ങനെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, ലൈറ്റ്, പ്രകാശം എന്നിവയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജൻ. ഗ്ലൂക്കോസ് ആഹാരമായിട്ട് സസ്യങ്ങളിൽ ഇലകളിൽ സംഭരിക്കുന്നു, ഓക്സിജൻ വാതകം പുറത്തുവിടുന്നു, നമ്മളത് ശ്വസിക്കുന്നു. ഇതാണ് പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ്. ഓക്കെ, നമുക്ക് അടുത്ത രാസപ്രവർത്തനത്തിലേക്ക് കിടക്കാം. അടുത്ത പ്രകാശ രാസപ്രവർത്തനമാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. എക്സാമ്പിളാണ് ബയോലൂമിനിസെൻസ്. എന്താണ് ബയോലൂമിനിസെൻസ്? എന്താണ് ബയോലൂമിനിസെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മിന്നാമിനിങ് എന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും മിന്നാമിനിങ്ങിനെ കണ്ടിട്ടുണ്ടാവും. രാത്രി കാലത്ത് നമുക്കെന്താണ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു ഏകദേശം ഒരു മഞ്ഞ നിറത്തിൽ, മഞ്ഞ അല്ലെങ്കിൽ എന്താണ് ഒരു കിളിപ്പച്ച നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന ചെറു ജീവികളാണ് മിന്നാമിനികൾ എന്ന് പറഞ്ഞത് അല്ലേ? രാത്രി കാലങ്ങളിലാണ് നമുക്ക് ഈ മിന്നാമിനിങ്ങിനെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുക അല്ലേ? മിന്നാമിനിങ്ങം. അപ്പോൾ മിന്നാമിനിങ് ഇങ്ങനെ മിന്നിത്തിളങ്ങാറുണ്ട് അല്ലേ? മിന്നാമിനിങ്ങിൻ്റെ മിന്നിത്തിളക്കം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ മിന്നാമിനിങ്ങിൽ നടക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ബയോലൂമിനിസെൻസ്. അല്ലെങ്കിൽ മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന ആ ഒരു രാസപ്രവർത്തനത്തിൽ ആ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ബയോലൂമിനിസെൻസ്. ഈ ഒരു പ്രതിഭാസം അവിടെ നടക്കുന്നത് കൊണ്ടാണ് മിന്നാമിനിങ്ങിനെ നമുക്ക് രാത്രി കാലങ്ങളിൽ നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ശരീരത്തിൽ അങ്ങനെ ലൈറ്റ് മിന്നാൻ കാരണം എന്താ? ആ മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന ബയോലൂമിനിസെൻസ് എന്ന് പറയുന്ന പ്രതിഭാസം കാരണമാണ്. ഓക്കെ,
അപ്പോൾ എന്താണ് ബയോലൂമിനിസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബയോലൂമിനിസെൻസ് എന്ന് പറഞ്ഞാൽ മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനം അല്ലെങ്കിൽ ആ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ബയോലൂമിനിസെൻസ്. ഓക്കെ, ഇപ്പോൾ ബയോലൂമിനിസെൻസ് ഇതിൽ ബയോ എന്ന വാക്കിൻ്റെ അർത്ഥം ജീവൻ ഉള്ള എന്നാണ്. ബയോളജി ജീവശാസ്ത്രം അല്ലേ. ലൂമിനിസെൻസ് പറഞ്ഞാൽ എന്താ? ലൂമിനിസെൻസ് പറഞ്ഞാൽ ലൂമിനി എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശം. ലൂമിനിസെൻസ് എന്ന് പറഞ്ഞാൽ ലൂമിനി പ്രകാശം, തിളങ്ങ അല്ലേ. അപ്പോൾ ജീവനുള്ള പ്രകാശം അല്ലേ. അപ്പോൾ ജീവനുള്ള ശരീരത്തിൽ നടക്കുന്ന പ്രകാശം. ഓക്കെ, അതാണ് ബയോലൂമിനിസെൻസ്. ബയോ എന്ന് പറഞ്ഞാൽ ജീവനുള്ള, ലൂമിനിസെൻസ് എന്ന് പറഞ്ഞാൽ ലൂമിനി എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, ഫോട്ടോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന ആ മിന്നിത്തിളങ്ങലിന് കാരണമായിട്ടുള്ള രാസപ്രവർത്തനം അല്ലെങ്കിൽ പ്രകാശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഐ ഫിനോമിനൻ ഈസ് നോൺ ആസ് ബയോലൂമിനിസെൻസ്. അപ്പോൾ എങ്ങനെയാണ് മിന്നാമിനുങ്ങ് മിന്നിത്തിളങ്ങുന്നത്? അതായത് ഈ മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ ലൂസിഫറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഓക്കെ, മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലുള്ള ഒരു രാസാജ്ഞൻ എൻസൈമാണ് ലൂസിഫറൈസ്. ഈ ലൂസിഫറൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിനുള്ള ലൂസിഫറിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഓക്സിജനുമായിട്ട് കൂടിച്ചേരുന്നു. ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നത് എന്തുണ്ടാക്കുന്നു? ഓക്സി ലൂസിഫറിൻ ഉണ്ടാക്കുന്നു. ഓക്കെ, മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലുള്ള ലൂസിഫർ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഒരു സിനിമയുടെ പേരാണ് ലൂസിഫർ അല്ലേ. അത് ലൂസിഫർ ഒരിക്കലും ഇനി നമുക്ക് മറക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ലൂസിഫറിൻ എന്ന് പറയുന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ലൂസിഫറിൻ ഓക്സിജനുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുമ്പോഴാണ് മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ ആ മിന്നിത്തിളക്കം ഉണ്ടാവുന്നത്. ശ്രദ്ധിക്കുക, മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ മിന്നിത്തിളങ്ങാൻ കാരണമായിട്ടുള്ള പ്രതിഭാസം ബയോലൂമിനിസെൻസ്. അവിടെ എങ്ങനെയാണ് പ്രവർത്തനം നടക്കുന്നത്? മിന്നാമിൻ്റെ ശരീരത്തിലുള്ള ലൂസിഫറൈസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ലൂസിഫറിൻ ഓക്സിജനുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുമ്പോഴാണ് മിന്നാമിനുങ്ങ് മിന്നിത്തിളങ്ങാനുള്ള കാരണം. ഇവിടെ നടക്കുന്നത് ഒരു പ്രകാശ രാസപ്രവർത്തനമാണ്. ഈ ഒരു പ്രകാശ രാസപ്രവർത്തനത്തിൽ ഊർജത്തിൻ്റെ 95% പ്രകാശ രൂപത്തിലാണ് പുറത്തുവിടുന്നത് അല്ലേ. മിന്നാമിനുങ്ങ് നമ്മൾ അടുത്ത് വരുമ്പോൾ നമുക്ക് എന്താണ്? ആ പ്രകാശം മാത്രം അനുഭവപ്പെടുന്നു അല്ലേ. അപ്പോൾ ഒരു കൂട്ടം മിന്നാമിനുങ്ങ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ പ്രകാശോർജം നമ്മൾ ആ മിന്നിത്തിളങ്ങുന്നത് ഈസി ആയിട്ട് കാണാം. പക്ഷേ അവിടെ എന്തില്ല, നമുക്ക് ചൂട് കാര്യങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല. കാരണം മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന പുറത്തു വിടുന്ന ഊർജ്ജം മൊത്തം, ആ ഊർജ്ജത്തിൻ്റെ മൊത്തം 95% പ്രകാശ രൂപത്തിലാണ് പുറത്തു വിടുന്നത് അല്ലേ. അതുകൊണ്ട് മിന്നാമിനുങ്ങ് നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ റൂമിനോ എവിടെ നിൽക്കണ ശരീരം ചൂടൊന്നും അനുഭവപ്പെടാത്തതിൻ്റെ കാരണം എന്താണ്? മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന പ്രതിഭാസത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഊർജ്ജത്തിൻ്റെ 95% പ്രകാശ രൂപത്തിലാണ് പുറത്തു വിടുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ബയോലൂമിനിസെൻസ് എന്നാൽ ഒരു പ്രകാശ രാസപ്രവർത്തനമാണ്. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനം അല്ലെങ്കിൽ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ബയോലൂമിനിസെൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അടുത്ത അവസാനമായിട്ട് ഒരു പ്രകാശ രാസപ്രവർത്തനം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. വെയിലത്ത് കറുത്തു പോകുന്ന ലവണം അല്ലേ. എ സാൾട്ട് ടേൺസ് ബ്ലാക്ക് ഇൻ സൺലൈറ്റ്. അതുകൂടി എന്താണെന്ന് നോക്കാം. സാൾട്ട് ടേൺസ് ബ്ലാക്ക് ഇൻ സൺലൈറ്റ് ഇതൊരു പ്രകാശ രാസപ്രവർത്തനത്തിന് എക്സാമ്പിളാണ് ആദ്യം മനസ്സിലാക്കുക. എന്താണ് വെയിലത്ത് കറുത്തു പോകുന്ന ലവണം? അപ്പോൾ ലവണം എന്ന് പറഞ്ഞാൽ എന്താ? സാൾട്ട് അല്ലേ. അതിൻ്റെ ഇംഗ്ലീഷിൽ കൊടുത്തത് സാൾട്ട്. ഇപ്പോൾ നമുക്ക് ഒരു സാൾട്ടിൻ്റെ പേര് ചോദിക്കാൻ പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ സാൾട്ട് അല്ലെങ്കിൽ ടേബിൾ സാൾട്ട് എന്നറിയപ്പെടുന്ന എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ് അല്ലേ. നമ്മൾ വീട്ടിലെ കറിക്കിടാൻ ഉപയോഗിക്കുന്ന അല്ലേ, കറികൾക്ക് ടേസ്റ്റ് കൂട്ടാൻ ഉപയോഗിക്കുന്ന സാൾട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? സോഡിയം ക്ലോറൈഡ്. അത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ സാൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് മാത്രമല്ല സാൾട്ടുകൾ എന്ന് പറഞ്ഞാൽ, ഇതിനെ മലയാളത്തിൽ ലവണങ്ങൾ എന്ന് വിളിക്കും അല്ലേ. സോഡിയം ക്ലോറൈഡ് മലയാളത്തിൽ ലവണമാണെന്ന് പറയാം, ഉപ്പ് എന്ന് പറയും. ഓക്കെ, പക്ഷേ സോഡിയം ക്ലോറൈഡ് മാത്രമല്ല, ഒരുപാട് ലവണങ്ങൾ, ഒരുപാട് സാൾട്ടുകൾ നമ്മുടെ കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ വേറൊരു സാൾട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ലവണത്തിൻ്റെ പേരാണിത് സിൽവർ ബ്രോമൈഡ്. എന്താണ്? സിൽവർ ബ്രോമൈഡ്. നമ്മൾ ഇനി ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഒരു സാൾട്ടിൻ്റെ മറ്റൊരു പുതിയ ലവണത്തിൻ്റെ പേരാണിത് സിൽവർ ബ്രോമൈഡ്. ഓക്കെ, അപ്പോൾ സിൽവർ ബ്രോമൈഡ് എന്ന് പറയുന്ന ലവണാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സിൽവർ ബ്രോമൈഡ് ഇതിൻ്റെ രാസസൂത്രം നോക്കി വെച്ചുള്ള ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തുക AgBr. എന്താണ്? AgBr. Ag എന്ന് പറഞ്ഞാൽ സിൽവർ, Br എന്ന് പറഞ്ഞാൽ ബ്രോമിനും. അപ്പോൾ സിൽവറും ബ്രോമിനും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന ഒരു സംയുക്തമാണിത് സിൽവർ ബ്രോമൈഡ്. അതിൻ്റെ രാസസൂത്രം കെമിക്കൽ ഫോർമുല AgBr ആണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലവണം സിൽവർ ബ്രോമൈഡാണ്. നമ്മൾ എന്ത് ചെയ്യാനറിയോ? 2 വാച്ച് ഗ്ലാസ് എടുക്കണം. വാച്ച് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പരീക്ഷണം പറയാം, ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു പരന്ന ഗ്ലാസ്, 2 വാച്ച് ഗ്ലാസ് ഇങ്ങനെ എടുത്തു. 2 വാച്ച് ഗ്ലാസ് ഇങ്ങനെ എടുക്കണം. ഓക്കെ, 2 വാച്ച് ഗ്ലാസ്, ഇത് വാച്ച് ഗ്ലാസ് ആണ് കേട്ടോ. 2 എടുത്തു.
ഓക്കെ, ഉൾഭാഗം കുഴിഞ്ഞുകൊണ്ട് ആ ഒരു ഗ്ലാസ് കൊണ്ട് കെമിസ്ട്രി ലാബുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഗ്ലാസ് കാണാൻ സാധിക്കും. ഉൾഭാഗം കുഴിഞ്ഞുകൊണ്ടുള്ളൊരു ഗ്ലാസ്സാണ് വാച്ച് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, വാച്ച് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കെമിക്കൽസ് രാസവസ്തുക്കളൊക്കെ നമ്മൾ പരീക്ഷിക്കാനും നിരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ സാധനങ്ങൾ എന്ത് വസ്തുവാണ്, അപ്പോൾ നമ്മളിവിടെ സിൽവർ ബ്രോമൈഡ് എടുത്തു, അതൊക്കെ നമ്മൾ കാണാനും നിരീക്ഷിക്കാനും പരീക്ഷണം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ വാച്ച് ഗ്ലാസ്സിലെടുക്കും. അതിൽ നോക്കിയിട്ടാണ് കയ്യിലേക്ക് ആക്കാതെ ഇതിലിട്ടിട്ടാണ് നമ്മൾ നിരീക്ഷിക്കുക അതിൻ്റെ പ്രത്യേകതകളൊക്കെ. അതിനാണ് വാച്ച് ഗ്ലാസ് ഉപയോഗിക്കുക. വാച്ച് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക, നിരീക്ഷണ ഗ്ലാസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്, ഞാൻ 2 വാച്ച് ഗ്ലാസ്സിലും ശ്രദ്ധിക്കുക, 2 ഈർപ്പരഹിതമായ വാച്ച് ഗ്ലാസ് എടുത്ത്, ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള 2 വാച്ച് ഗ്ലാസ് എടുത്തു. അതിൽ രണ്ടും ഒരേ അളവിൽ എന്ത് ചെയ്യാണ്, ഞാനിവിടെ സിൽവർ ബ്രോമൈഡ് എന്ന് പറയുന്ന സാൾട്ട് ഇട്ടു. സിൽവർ ബ്രോമൈഡ് എന്ന് പറയുന്ന സാൾട്ട് ഇട്ടു, ഒരേ അളവിൽ സിൽവർ ബ്രോമൈഡ്. നമ്മൾ ഉപയോഗിക്കുന്ന ലവണമാണ് സിൽവർ ബ്രോമൈഡ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇതിൽ ഇത് 1ാമത്തെ വാച്ച് ഗ്ലാസ്, ഇത് 2ാമത്തെ വാച്ച് ഗ്ലാസ്. ഈ 2ാമത്തെ വാച്ച് ഗ്ലാസ് ഞാൻ എന്ത് ചെയ്യണം, ഒരു കറുത്ത കടലാസ് കൊണ്ട് മൂടി, ഒരു ബ്ലാക്ക് പേപ്പർ ഒരു കറുത്ത കടലാസ് കൊണ്ട് മൂടി വെച്ചു. ഓക്കെ, ഇതിനെ 1ാമത്തെ വാച്ച് ഗ്ലാസിൻ്റെ കറുത്ത കടലാസ് കൊണ്ട് എന്ത് ചെയ്തില്ല, മൂടി വെച്ചിട്ടില്ല. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ 2 വാച്ച് ഗ്ലാസിനെ കൊണ്ടുപോയിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെയിലത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, വെക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ സിൽവർ ബ്രോമൈഡിൻ്റെ യഥാർത്ഥ നിറം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മഞ്ഞ നിറമാണെന്ന് മനസ്സിലാക്കുക. ഒരു യെല്ലോ കളറാണ്. ഓക്കെ, ഒരു യെല്ലോ കളറാണ്, ഒരു മഞ്ഞ നിറമാണ് എന്ന് മനസ്സിലാക്കുക. സിൽവർ ബ്രോമൈഡിൻ്റെ ആദ്യത്തെ യഥാർത്ഥ നിറം എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ നിറമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സിൽവർ ബ്രോമൈഡ് 2 വാച്ച് ഗ്ലാസ്സിലെടുത്തു. ഒരു വാച്ച് ഗ്ലാസ്സിനെ കറുത്ത കടലാസ് കൊണ്ട് പൊതിഞ്ഞും ചെയ്തു. 2നെ കൊണ്ടുപോയിട്ട് വെയിലത്ത് വെച്ചു. അല്പനേരം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ നിരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഓക്കെ, ഏത് വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡിനാണ് നിറം മാറ്റം സംഭവിച്ചത്? എന്താണ് ഇതിന് കാരണം? അതാണ് അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മളൊരു കോമൺ സെൻസ് വെച്ച് ആലോചിക്കാം. ഇത് നമ്മൾ ഈ 2 വാച്ച് ഗ്ലാസ് വെയിലത്ത് കൊണ്ടുപോയി വെച്ചു. ഒന്ന് സിൽവർ ബ്രോമൈഡ് വാച്ച് ഗ്ലാസ് ഓപ്പൺ ആയിട്ടുള്ള വാച്ച് ഗ്ലാസ്, ഇത് കറുത്ത ഗ്ലാസ് കൊണ്ട് മൂടിയൊരു വാച്ച് ഗ്ലാസ്, 2 കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, വെയിലത്ത് കൊണ്ടുപോയിട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താ, അല്പസമയം കഴിഞ്ഞ് നിരീക്ഷിക്കുമ്പോൾ ഏത് വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡിനാണ് നിറം മാറിയത്? ഏതാണ് മാറിയത്? അതെ, ഏതായിരിക്കും മാറുക? അതെ, ഈ തുറന്നു വെച്ചിരിക്കുന്ന വാച്ച് ഗ്ലാസ്സിലുള്ള സിൽവർ ബ്രോമൈഡിൻ്റെ നിറത്തിന് എന്തുണ്ടാവും, നിറം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ തുറന്നു വെച്ചിരിക്കുന്ന വാച്ച് ഗ്ലാസ്സിലുള്ള സിൽവർ ബ്രോമൈഡിൻ്റെ നിറം ഒരു കറുത്ത കളറായിട്ട് മാറിയിട്ടുണ്ടാവും, ഒരു ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ടാവും. എങ്കിൽ ഈ കറുത്ത കടലാസ് കൊണ്ട് മൂടി വെച്ച ഈ ഒരു വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡിന് നോ ചേഞ്ച്, യാതൊരുവിധ വ്യത്യാസവും ഉണ്ടായിട്ടില്ല, യാതൊരുവിധ കളർ ചേഞ്ചും ഉണ്ടായിട്ടില്ല. കാരണം അത് കറുത്ത കടലാസ് കൊണ്ട് മൂടി വെച്ചു, ഇത് വെയിലത്ത് ഓപ്പൺ ആയിട്ട് വെച്ചു അല്ലേ. അതായത് ഇവിടെ ഒരു പ്രകാശ രാസപ്രവർത്തനം, ഇവിടെ ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടന്നു അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താ, കറുത്ത കടലാസ് കൊണ്ട് മൂടാത്ത ഓപ്പൺ ആയിട്ട് വെച്ച സിൽവർ ബ്രോമൈഡിൻ്റെ നിറം മാറ്റം വന്നത് കറുത്ത കളറായിട്ട് ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്, ആദ്യം ഇവിടെ മഞ്ഞ കളറായിരുന്നു, അത് ഓപ്പൺ ആയിട്ടുള്ള വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡ് കറുത്ത കളറായിട്ട് മാറി. അതിനർത്ഥം എന്താ, ഇവിടെ ഒരു രാസപ്രവർത്തനം നടന്നു അല്ലേ. ഇവിടെ രാസപ്രവർത്തനം, കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ തുറന്നു വെച്ചിരിക്കുന്ന വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡിൻ്റെ നിറം മാറിയത്. ഇവിടെ ഏത് രാസപ്രവർത്തനമാണ് നടന്നത്? ഇവിടെ നടന്നത് ഏതാണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഇവിടെ നടന്നത്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ പ്രകാശ രാസപ്രവർത്തനമാണ് ഇവിടെ നടന്നത് അല്ലേ. ഇവിടെ നടന്നത് ഒരു പ്രകാശ രാസപ്രവർത്തനമാണ്. സിൽവർ ബ്രോമൈഡ് എന്ത് ചെയ്തു? സൂര്യപ്രകാശത്തെ എങ്ങനെ എന്ത് ചെയ്തു? ആഗിരണം ചെയ്തു. അതാണ് ഇവിടെ നടന്നത്. സിൽവർ ബ്രോമൈഡ് സൂര്യപ്രകാശം എന്ത് ചെയ്തു? ആഗിരണം ചെയ്തു. ശ്രദ്ധിക്കുക, അതിൻ്റെ രാസസമവാക്യം ഞാനിവിടെ ബോർഡിൽ എഴുതാൻ പോവാണ്. സിൽവർ ബ്രോമൈഡ് എന്ത് ചെയ്തു? സിൽവർ ബ്രോമൈഡ് രാസസൂത്രം AgBr എന്ത് ചെയ്തു? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്തു. സിൽവർ ബ്രോമൈഡ് പ്ലസ് ലൈറ്റ്. ഓക്കെ, എല്ലാവർക്കും കാണുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, അതായത് ഇവിടെ സൂര്യപ്രകാശം ആരാഗിരണം ചെയ്തു? ഈ സിൽവർ ബ്രോമൈഡ് ഇങ്ങനെ ആഗിരണം ചെയ്യാണ്. ഓക്കെ, ഏത്? ഈ തുറന്നു വെച്ച വാച്ച് ഗ്ലാസ്സിൽ സിൽവർ ബ്രോമൈഡ് ആഗിരണം ചെയ്തു. ഈ സിൽവർ ബ്രോമൈഡ് ഈ സൂര്യപ്രകാശം ആഗിരണം ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഈ സിൽവർ ബ്രോമൈഡ് എന്ത് ചെയ്തു? വിഘടനത്തിന് വിധേയമായി.
വിഘടനത്തിന് വിധേയമായി. വിഘടനം സംഭവിച്ചു അല്ലെങ്കിൽ ഡികമ്പോസിഷൻ സംഭവിച്ചു. ഡികമ്പോസിഷൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഡികമ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സിൽവർ ബ്രോമൈഡ് എന്ത് ചെയ്തു? സൂര്യപ്രകാശം ആഗിരണം ചെയ്തപ്പോൾ സിൽവർ ബ്രോമൈഡ് എന്ത് ചെയ്തു? സിൽവർ ബ്രോമൈഡ് വിഘടിച്ചു, ഡികമ്പോസിഷൻ ആയിട്ട് മാറി. സിൽവർ ബ്രോമൈഡ് വിഘടിച്ചപ്പോൾ എന്തായിട്ട് മാറി? സിൽവർ ബ്രോമൈഡ് വിഘടിച്ചപ്പോൾ സിൽവറും അതുപോലെ തന്നെ ബ്രോമീനും സെപ്പറേറ്റ് ആയിട്ട് വിഘടിച്ചു, സെപ്പറേറ്റ് ആയിട്ട് മാറി. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം. സിൽവർ ബ്രോമൈഡ് തുറന്നു വെച്ചിരിക്കുന്ന വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡിൻ്റെ നിറം കറുത്ത കളറായിട്ട് കറുത്ത പദാർത്ഥമായിട്ട് മാറി. അതിനകത്ത് അവിടെ ഒരു പ്രകാശ രാസപ്രവർത്തനം നടന്നു, ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടന്നു. അതായത് അവിടെ എന്താ സംഭവിച്ചത്? സിൽവർ ബ്രോമൈഡ് സൂര്യപ്രകാശം ആഗിരണം ചെയ്തു, സിൽവർ ബ്രോമൈഡ് വിഘടിച്ച് സിൽവറും അതുപോലെ തന്നെ ബ്രോമിനും സെപ്പറേറ്റ് ആയിട്ട് മാറി. അങ്ങനെ സിൽവർ വേറെ, ബ്രോമിന് സെപ്പറേറ്റ് ആയിട്ട് അവക്ഷിപ്തപ്പെട്ടു, വേറെ വേറെ ആയിട്ട് മാറി. അതുകൊണ്ടാണ് തുറന്നു വെച്ചിരിക്കുന്ന വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡിൻ്റെ നിറം മാറിയത്. ഓക്കെ, ഇനി കറുത്ത കടലാസ് കൊണ്ട് മൂടി വെച്ച വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡിൻ്റെ നിറത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? ഇല്ല, അവിടെ യാതൊരുവിധ മാറ്റവും സംഭവിച്ചില്ല. കാരണം എന്താ? കറുത്ത കടലാസ് കൊണ്ട് മൂടി അല്ലേ, അവിടെ പ്രകാശം ആഗിരണം ചെയ്തിട്ടില്ല ഈ മൂടിയ സിൽവർ ബ്രോമൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്നതൊക്കെ എന്താണ്? ഒരു പ്രകാശ രാസപ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതിപ്പോൾ വെയിലത്ത് കറുത്തു പോകുന്ന ലവണം, ഇവിടെ വെയിലത്ത് കറുത്തു പോകുന്ന ലവണം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിൽവർ ബ്രോമൈഡ് വെയിലത്ത് തുറന്നു വെച്ചപ്പോൾ സിൽവർ ബ്രോമൈഡ് എന്ന് പറയുന്ന ലവണം സാൾട്ട് ടേൺസ് ഇൻറ്റു ബ്ലാക്ക്, അത് കറുത്ത ലവണമായിട്ട് കറുത്ത പദാർത്ഥമായിട്ട് മാറി. കാരണം സിൽവർ ബ്രോമൈഡ് സൂര്യപ്രകാശം ആഗിരണം ചെയ്തു. അപ്പോൾ ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്, ഒരു പ്രകാശ രാസപ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ, ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങളൊക്കെ പുറത്തുനിന്ന് ചോദിക്കാം. അതായത് ഇപ്പോൾ ചില മരുന്നുകൾ, ചില മെഡിസിൻസ് ഒക്കെ കറുത്ത കുപ്പികളിൽ എന്തുകൊണ്ടാണ്, ഇരുണ്ട കുപ്പികളിൽ സൂക്ഷിക്കുന്നതിന് കാരണം എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കും. അതായത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ, ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങുന്ന ചില മരുന്നുകൾ, ചില ഗുളികകൾ, ടാബ്ലറ്റ്സ് ഒക്കെ ചില മെഡിസിൻസ് ഒക്കെ കറുത്ത കുപ്പികളിലാണ് സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇരുണ്ട ബ്ലാക്ക് ബോട്ടിൽസിലാണ് സൂക്ഷിക്കാറുള്ളത്. അതിന് കാരണം ഇങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഗുളിക, ടാബ്ലറ്റ്സ്, മെഡിസിൻ എന്ന് പറഞ്ഞാൽ പലതും കെമിക്കൽസാണ്, രാസവസ്തുക്കളാണ്. നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് രാസവസ്തുക്കളാണ്. അപ്പോൾ അത് ഇരുണ്ട കുപ്പികളിൽ സൂക്ഷിക്കാനുള്ള കാരണം എന്താ? അത് സാധാരണ കുപ്പികളിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ സൂര്യപ്രകാശം ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ ആ കെമിക്കൽ വേറെ എന്തെങ്കിലും പദാർത്ഥമായിട്ട് മാറും. ആ കെമിക്കൽസിന് എന്തെങ്കിലും രാസമാറ്റം സംഭവിച്ച് വേറെ എന്തെങ്കിലും പദാർത്ഥമായിട്ട് മാറും. അപ്പം നമുക്ക് ആ മെഡിസിൻ കഴിച്ചാൽ അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല അല്ലേ. അതുകൊണ്ടാണ് ചില മെഡിസിൻസ്, ചില ഗുളികകളൊക്കെ ഇരുണ്ട കുപ്പികളിൽ സൂക്ഷിക്കാനുള്ള കാരണം സൂര്യപ്രകാശം ആഗിരണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ രാസപ്രവർത്തനം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ വേറെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണം നമുക്കുണ്ടോ? ഇല്ല, കെമിക്കൽസ് വേറെ എന്തെങ്കിലും കെമിക്കലായിട്ടും മാറും. മനസ്സിലായല്ലോ. അപ്പോൾ ചില മരുന്നുകൾ, ടാബ്ലറ്റ്സ്, ഗുളികകളൊക്കെ ഇരുണ്ട കുപ്പികളിൽ സൂക്ഷിക്കുന്നതിൻ്റെ കാരണം അവിടെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രകാശ രാസപ്രവർത്തനവുമായിട്ട് നമുക്ക് പറയാനുള്ളത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. രണ്ടാമത് മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനം ബയോലൂമിനിസൻസ്. അതുപോലെ തന്നെ വെയിലത്ത് കറുത്തു പോകുന്ന ലവണം, സാൾട്ട് ടേൺസ് ഇൻറ്റു ബ്ലാക്ക് ഇൻ സൺലൈറ്റ്. ഇതൊക്കെ പ്രകാശ രാസപ്രവർത്തനങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എന്ത് ചെയ്യുക? ഇതുപോലെ ഒരുപാട് പ്രകാശ രാസപ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അതിൽ പ്രകാശം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്, പ്രകാശം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്നൊക്കെ ചോദിക്കാം. ഈ കേസിൽ പ്രകാശം വെയിലത്ത് കറുത്തു പോകുന്ന ലവണം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിൽ സൂര്യപ്രകാശം ആഗിരണം ചെയ്യാണ്, പുറത്തുവിടുകയാണ്. സിൽവർ ബ്രോമൈഡ് സൂര്യപ്രകാശം ആഗിരണം ചെയ്യാണ്, പ്രകാശോർജ്ജം ആഗിരണം ചെയ്യാണ് അല്ലേ, അത് പ്രകാശം ആഗിരണം ചെയ്യാണ്. ഇനി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ കേസിലോ അവിടെയും ആഗിരണം ചെയ്യാണ്. പക്ഷേ മിന്നാമിനിങ്ങിൻ്റെ കേസിലോ പ്രകാശം പുറത്തുവിടുകയാണ്. അങ്ങനെ നമുക്ക് ആ മിന്നാമിനിങ്ങിൻ്റെ മിന്നിത്തിളക്കം കാണാൻ കഴിയുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ പഠിക്കുന്ന പ്രകാശ രാസപ്രവർത്തനങ്ങൾ, ഏത് രാസപ്രവർത്തനങ്ങളായിക്കോട്ടെ, അവിടെ ഊർജ്ജം സ്വീകരിക്കുകയാണോ ഊർജ്ജം പുറത്തുവിടുകയെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.